ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലുള്ള സ്മോക്ക്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്ലീവ്സിൻ്റെ ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്ലീവ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നോർമലായിട്ട് ഞാൻ ജിൽബാബിന് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്ലീവ്സിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു സ്ലീവ്സ് ചെയ്തിട്ടുള്ളത്. സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലീവ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ജിൽബാബിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത് വിഡ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചസും ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചസും ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഇലാസ്റ്റിക് ത്രെഡ് ബോബിയിൽ ചുറ്റിയെടുത്തിട്ടാണ് ഈ ഒരു സ്ലീവ്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കുക. അപ്പം ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. ബോബിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു സ്ക്രൂ ഇല്ലേ, ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് കുറച്ച് തിക്നെസ് ഉള്ളതാണല്ലോ. അപ്പോൾ സ്മൂത്തായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് വലിച്ചതുപോലെ കിട്ടും. ഇനി ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊരു വീതിയിലിട്ടോ 1 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇത് നോർമൽ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നോർമൽ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത്ര വീതി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒരു മടക്കി തയ്ച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇത്ര വീതിയിലാണ് കേട്ടോ മടക്കി തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു എഡ്ജ് ഭാഗം ഒരു ഫ്ലവർ പോലെ ഒന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ നോർമൽ ത്രെഡ് മാറ്റിയിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. എന്നിട്ട് നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ത്രെഡിനെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ താഴെ ബോബിയിൽ നിന്നുള്ള ആ ഒരു ഇലാസ്റ്റിക് ത്രെഡും കൂടെ ഒന്ന് പുറത്തേക്ക് വന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്താണല്ലോ ഈ ഒരു ഇലാസ്റ്റിക് ത്രെഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം താഴെ ഭാഗത്തേക്കും നല്ല വശമുണ്ടല്ലോ അത് മുകൾ ഭാഗത്തേക്കും ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈന് മടക്കി തയ്ച്ചല്ലോ, അപ്പോൾ അതിലൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ലൈന് മുഴുവനായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ്. ഇടയ്ക്കൊന്ന് നമ്മൾ വലിച്ചു കൊടുക്കണം കേട്ടോ. ഇലാസ്റ്റിക് കുന്നുകൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലൈന് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചിട്ട് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുത്തി കൂടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ ലൈനിൻ്റെയും എഡ്ജിലെത്തുമ്പോൾ നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ലൂസ് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഒന്നൊന്ന് ലൂസ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വീണ്ടും അവിടെ കുന്നു കൂടിയിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ലൂസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ലെയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം കൂടുതൽ വീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അധികം ലൈന് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു 5 ലൈനാണ് ചെയ്തെടുക്കുന്നത്. ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ശേഷവും ഞാൻ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ത്രെഡ് ഒന്നും കൂടെ ലൂസ് ചെയ്തെടുത്തിട്ടാണ് അടുത്ത ലൈന് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്മോക്കിംഗ് സ്ലീവ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതൽ ലൈന് കൊടുത്താൽ കൂടുതൽ ഭംഗി കിട്ടും. പക്ഷെ നമ്മളെ ക്ലോത്ത്സിൻ്റെ വിടുത്തും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓരോ ലെയർ ചെയ്ത് വരുമ്പോഴും ക്ലോത്ത്സ് എന്ത് ചെയ്യാണ്, ചുരുങ്ങി ചുരുങ്ങി വരികയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ്സിൻ്റെ എൻഡിലും കൂടിയും ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഇങ്ങനെ കൂടുതൽ ലെങ്ത്തിൽ ചെയ്തെടുക്കാനാണെങ്കിൽ സ്ലീവ്സിൻ്റെ വിടുത്തും കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. കാരണം നമുക്കിതിൽ എത്ര ക്ലോത്ത് എടുത്താലും ഈ ഒരു ചുരുക്ക് വീണത് കാരണം ആ ക്ലോത്ത് നമുക്ക് അത്രയും ഭാഗം നമുക്ക് ചുരുങ്ങി വരികയല്ലേ. അപ്പോൾ അതിൻ്റെ വിടുത്ത് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ 5 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക്കിനൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചിട്ട് ആ ചുരുക്കൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഇതുപോലെ സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇലാസ്റ്റിക് ത്രെഡ് ആയത് കാരണം തന്നെ നല്ല സ്മൂത്തായിട്ടാണ് നിൽക്കുക. എന്നാൽ നമുക്കൊരു സ്മോക്കിങ് ചെയ്ത പോലെ ഒരു ഫീലും കിട്ടും. അപ്പോൾ ഇതുപോലെ 2 സ്ലീവ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കാം. ഈ ഒരു സ്ലീവ്സിൻ്റെ വിടുത്ത് ഞാൻ എടുത്തിരുന്നത് 20 ഇഞ്ചസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നപ്പോഴേക്കും അതൊരു 6 ഇഞ്ചായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് എനിക്ക് എൻ്റെ സ്ലീവ്സിൻ്റെ ആ ഒരു എൻഡിൽ 6 ഇഞ്ച് എനിക്ക് ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ വീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവ്സിൻ്റെ വിടുത്ത് ഒരു 30 ഇഞ്ചൊക്കെ എടുത്താൽ നല്ല വീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ 2 സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ മുഴുവനും ഓരോ ലൈനിലും ത്രെഡാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ലീവ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നും നോർമൽ സ്ലീവ്സ് ചെയ്യാതെ ഇതുപോലെയുള്ള വെറൈറ്റി സ്ലീവ്സുകൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ജിൽബാബിന് സാധാരണയായിട്ട് നോർമൽ സ്ലീവ്സിന് ഇലാസ്റ്റിക് വെച്ചൊക്കെ ചെയ്യാറ്. അപ്പം ഇതുപോലെ ചെയ്തെടുക്കാനും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഈ ഒരു സ്ലീവ്സ് നല്ല ആപ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.